സന്തുഷ്ടവും ആകർഷകവും ആദരണീയവുമായ ജീവിതം നയിക്കാൻ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില ജീവിത പാഠങ്ങളുണ്ട്. സോ അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ്, നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ ബലഹീനനോ ദരിദ്രനോ നിരാശനോ ആയി പ്രവർത്തിച്ചാൽ ആളുകൾക്ക് ബഹുമാനം നഷ്ടപ്പെടും. നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിരുകൾ നിശ്ചയിക്കുകയും സ്വയം മുൻഗണന നൽകുകയും ചെയ്താൽ ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കും. ആത്മാഭിമാനം ബഹുമാനത്തെ ആകർഷിക്കുന്ന ഘടകമാണ്. ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു ടിപ്പ്: സ്വയം വിശദീകരിക്കുന്നത് നിർത്തുക. നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. രണ്ടാമത്തേതാണ്, ആത്മവിശ്വാസം ഒരു കഴിവാണ്, ഒരു സമ്മാനമല്ല. ആരും ആത്മവിശ്വാസത്തോടെ ജനിക്കുന്നില്ല. അത് പ്രവർത്തനങ്ങൾ, വെല്ലുവിളികൾ, സ്വയം മെച്ചപ്പെടുത്തൽ എന്നിവയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും നീങ്ങുന്നതും ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ ബാധിക്കുന്നു. നിങ്ങൾ ശക്തനായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ശക്തനാണെന്ന് ആളുകൾ വിശ്വസിക്കും. ടിപ്പ്: നിങ്ങൾ സംസാരിക്കുമ്പോൾ വേഗത കുറയ്ക്കുക. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പേസ് എടുത്തുകൊണ്ട് നിൽക്കുകയും ഇരിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുക. നമ്പർ 3, നിങ്ങളുടെ ഊർജ്ജത്തേക്കാൾ നിങ്ങളുടെ രൂപത്തിന് പ്രാധാന്യം കുറവാണ്. ആകർഷണം പൂർണ്ണമായ രൂപത്തെക്കുറിച്ചല്ല, അത് നിങ്ങളുടെ പ്രസൻസ്, ആത്മവിശ്വാസം, നിങ്ങൾ ആളുകളെ ഫീൽ ചെയ്യിക്കുന്ന രീതി എന്നിവയെക്കുറിച്ചാണ്. ആകർഷകത്വവും ആത്മവിശ്വാസവുമുള്ള ഒരു വ്യക്തി സൗന്ദര്യമുള്ള ഒരാളേക്കാൾ ആകർഷകമാണ്. നിങ്ങളുടെ ഊർജ്ജം, എനർജിയാണ് എല്ലാം. ടിപ്പ്: കാഴ്ചയെക്കുറിച്ച് ആകുലപ്പെടുന്നതിനു പകരം നിങ്ങൾ സ്വയം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാലാമത്തേതാണ്, ആളുകൾ സ്വാർത്ഥരാണ്. അത് ശരിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ആരും നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ അവർക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അവർ ശ്രദ്ധിക്കുന്നു. ആളുകൾ നിങ്ങളെ സഹായിക്കുകയോ പിന്തുണയ്ക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. ശക്തരായ ആളുകൾ തങ്ങളെ തന്നെ ആശ്രയിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നത്. അഞ്ചാമത്തേതാണ്, ഒരിക്കലും സ്നേഹത്തിനോ ബഹുമാനത്തിനോ ശ്രദ്ധയ്ക്കോ വേണ്ടി യാചിക്കരുത്. നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നുവോ അത്രത്തോളം അവർ നിങ്ങളിൽ നിന്നും ഓടി അകലും. ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുകയോ അനാദരിക്കുകയോ നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിലോ അവരിൽ നിന്നും അകലുക. നിങ്ങളെ അർഹിക്കുന്നവർ, നിങ്ങളെ ആവശ്യമുള്ളവർ നിങ്ങളോടൊപ്പം നിലനിൽക്കും. അല്ലാത്തവർ നിങ്ങൾ എത്രയെല്ലാം പരിശ്രമിച്ചാലും അവർ നിങ്ങൾക്കുള്ളതായിരിക്കില്ല. ടിപ്പ്: നിങ്ങളാണ് സമ്മാനം. നിങ്ങളുടെ ഊർജ്ജവും സമയവും ആദരവും നേടാനായി ആളുകളെ അനുവദിക്കുക. ആറാമത്തേതാണ്, മാസ്റ്റർ യുവർ ഇമോഷൻസ് ഓർ ദേ വിൽ മാസ്റ്റർ യു. സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കുന്ന വ്യക്തിയാണ് സ്വയം നിയന്ത്രണത്തിലുള്ളത്. ഇമോഷണൽ റിയാക്ഷൻസ് നിങ്ങളെ ദുർബലമാക്കുകയും കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കുകയും ചെയ്യും. വികാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. യുക്തിസഹജമായി പ്രതികരിക്കുക. ടിപ്പ്: പ്രതികരിക്കുന്നതിന് മുമ്പ് താൽക്കാലികമായി നിർത്തി ചോദിക്കുക, ഇതെൻ്റെ ഊർജ്ജത്തിന് മൂല്യമുള്ളതാണോ? നമ്പർ 7, പണം സന്തോഷം വാങ്ങുന്നില്ല, പക്ഷെ അത് സ്വാതന്ത്ര്യം വാങ്ങുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ജീവിതത്തിന്റെ നിയന്ത്രണം എന്നതുകൂടിയാണ്. തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി കരുതുന്നവരെ ലോകം ബഹുമാനിക്കുന്നു. എങ്ങനെ പണം സമ്പാദിക്കാമെന്നും ലാഭിക്കാമെന്നും നിക്ഷേപിക്കാമെന്നും പഠിക്കുക. ടിപ്പ്: പണം ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങളുടെ സമയവും സ്വാതന്ത്ര്യവും തിരികെ വാങ്ങാൻ അത് വിവേകത്തോടെ ഉപയോഗിക്കുക. നമ്പർ 8, ആളുകൾ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങളെ നിർവചിക്കുന്നു. എളുപ്പത്തിൽ ഇളകാൻ കഴിയാത്തവരെ സമൂഹം ബഹുമാനിക്കുന്നു. ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ അപമാനിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ ശ്രമിക്കും. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങളുടെ ശക്തിയെ കാണിക്കുന്നു. ശാന്തത പാലിക്കുക. ഉറച്ചു നിൽക്കുക. ഒരിക്കലും അമിതമായി പ്രതികരിക്കരുത്. ടിപ്പ്: ആരെങ്കിലും നിങ്ങളോട് അനാദരവ് കാണിക്കുകയാണെങ്കിൽ നിശബ്ദതയോടെയും പുഞ്ചിരിയോടെയും പ്രതികരിക്കുക. അത് വാക്കുകളേക്കാൾ ശക്തമാണ്. നമ്പർ 9, സമയമാണ് പണത്തേക്കാൾ വിലയേറിയത്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പരിശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കാം. എന്നാൽ നിങ്ങൾക്കൊരിക്കലും സമയം തിരികെ ലഭിക്കില്ല. ഉപയോഗശൂന്യമായ തർക്കങ്ങൾ, വ്യാജ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളെ വളർത്താത്ത കാര്യങ്ങൾ എന്നിവയ്ക്കായി സമയം പാഴാക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പണം സംരക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സമയവും സംരക്ഷിക്കുക. ടിപ്പ്: നിങ്ങൾക്ക് മൂല്യം നൽകാത്ത കാര്യങ്ങളോട് നോ പറയുക. നമ്പർ 10, നിങ്ങളുടെ ജീവിതത്തിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. സമൂഹമോ കുടുംബമോ മറ്റുള്ളവരോ പ്രതീക്ഷിക്കുന്നതിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം പാത സൃഷ്ടിക്കുക. നിങ്ങളുടെ സ്വന്തം നിയമങ്ങൾ സജ്ജമാക്കുക. നിങ്ങളുടെ വിജയം രൂപകൽപ്പന ചെയ്യുക. യു ഓൺലി ഗെറ്റ് വൺ ലൈഫ്, മേക്ക് ഇറ്റ് ലെജൻഡറി. ടിപ്പ്: നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും നിയന്ത്രിക്കും. സോ ടേക്ക് ചാർജ് നൗ.